സുഹൃത്തുക്കളെ, നരേന്ദ്രമോദിയുടെ കീഴിൽ ഇന്ത്യയിൽ നടക്കുന്ന തമാശകൾ എന്തൊക്കെയാണെന്ന് ചിന്തിക്കാൻ കൂടി വയ്യ. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായി വന്ന തമാശ കേട്ട് ചിരിക്കണോ അതോ കരയണോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചുകൊള്ളൂ. രാഹുൽ ഗാന്ധിയുടെ വോട്ടർ റൈറ്റ്സ് യാത്ര നടക്കുന്ന ബീഹാറിലേക്ക് 3 പാകിസ്ഥാനി ഭീകരർ നുഴഞ്ഞു കയറിയിരിക്കുന്നു. ബീഹാറിലേക്ക് എന്ന് മാത്രമല്ല, രാഹുൽ ഗാന്ധിയുടെ യാത്ര കടന്നുപോകുന്ന അതേ പ്രദേശത്തേക്കാണ് മോദി ഭരണത്തിന് കീഴിൽ പാകിസ്ഥാൻ ഭീകരർ നുഴഞ്ഞു കയറിയിരിക്കുന്നതത്രേ. കഴിഞ്ഞ 11 ദിവസങ്ങളായി ഇലക്ഷൻ കമ്മീഷന്റെ നേതൃത്വത്തിൽ മോദിക്ക് വേണ്ടി നേരിട്ട് നടത്തുന്ന വോട്ടുകൊള്ളയ്ക്കെതിരെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ബീഹാറിലുടനീളം യാത്ര നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ യാത്രയെ പലതരത്തിൽ തടസ്സപ്പെടുത്താൻ മോദിയുടെ ബീഹാറിലെ ഡബിൾ എഞ്ചിൻ സർക്കാർ ശ്രമിച്ചുകൊണ്ടിരുന്നു. പലയിടത്തും ലൈറ്റുകൾ ഓഫാക്കിയും മീഡിയകളെ തടഞ്ഞുമൊക്കെ ഈ യാത്ര തടസ്സപ്പെടുത്താൻ ഇവർ പരിശ്രമിച്ചു. നിങ്ങൾ ക്രൊണോളജി ഒന്ന് മനസ്സിലാക്കിക്കൊള്ളൂ. മോദിയും കൂട്ടരും വിചാരിച്ചിരുന്നത് ഈ യാത്രയിൽ ബീഹാറിലെ ആളുകൾ കാര്യമായി പങ്കെടുക്കില്ല എന്നായിരുന്നു. എന്നാൽ അവരുടെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ച് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഈ യാത്ര കടന്നു പോകുന്ന എല്ലാ പ്രദേശത്തും എത്തിച്ചേരുന്നത്. കഴിഞ്ഞ ദിവസം ഇന്ത്യ മുന്നണിയുടെ മറ്റ് സംസ്ഥാനത്തെ നേതാക്കളും ഈ യാത്രയിൽ സംബന്ധിക്കാനായി എത്തിയിരുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ കഴിഞ്ഞ ദിവസം ഈ യാത്രയിൽ പങ്കെടുക്കുകയും ആളുകളെ അഭിസംബോധന ചെയ്യുകയും ചെയ്തു. വരും ദിനങ്ങളിൽ അഖിലേഷ് യാദവ് ഉൾപ്പെടെയുള്ളവർ ഈ യാത്രയിൽ പങ്കെടുക്കാൻ ഇരിക്കുകയായിരുന്നു. അതുപോലെ ബീഹാറിലെ യുവാക്കളാണ് ഏറ്റവും കൂടുതൽ ഈ യാത്രയിൽ അത്ഭുതകരം എന്ന് പറയട്ടെ പങ്കെടുക്കാൻ എത്തിയത്. യുവജനങ്ങൾ മാത്രമല്ല, സ്കൂളിൽ പഠിക്കുന്ന കൊച്ചുകുട്ടികൾ പോലും വളരെ ആവേശത്തോടെ രാഹുൽ ഗാന്ധിയെ കാണാൻ എത്തിച്ചേരുന്ന കാഴ്ച സംഘികളുടെ നെഞ്ചു പിളർത്തി. അപ്പോഴാണ് പുതിയ തമാശയുമായി ബീഹാർ പോലീസ് എത്തുന്നത്. 3 പാകിസ്ഥാനി ഭീകരർ നേപ്പാൾ അതിർത്തി വഴി ബീഹാറിൽ എത്തിയിരിക്കുന്നു. വേറെ ഒരു സംസ്ഥാനത്തുമല്ല എത്തിയത്. കൃത്യമായി രാഹുൽ ഗാന്ധിയുടെ യാത്ര നടക്കുന്ന ബീഹാറിലാണ് അവർക്ക് എത്താൻ തോന്നിയത്. നോട്ട് നിരോധനം നടപ്പിലാക്കിയപ്പോൾ നരേന്ദ്രമോദി പറഞ്ഞത് ഇതോടുകൂടി സർവ്വ തീവ്രവാദ പ്രവർത്തനങ്ങളും നിലയ്ക്കും എന്നായിരുന്നു. എന്നാൽ അതിനുശേഷം പുൽവാമയും പഹൽഗാമും ഉൾപ്പെടെ നിരവധി തീവ്രവാദ ആക്രമണങ്ങളാണ് ഇന്ത്യയിൽ നടന്നത്. ഈ പല തീവ്രവാദ ആക്രമണങ്ങളും നടത്തിയ ആളുകളെ, ഇതിന് സഹായം ചെയ്തവരെ ഇതുവരെയും പിടിക്കാൻ മോദിയുടെ കഴിവുകെട്ട സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. തീവ്രവാദ ആക്രമണം നടത്തിയിട്ട് 25 ഇന്ത്യക്കാർ ഉൾപ്പെടെ 26 പേരെ നിഷ്കരണം വധിച്ചിട്ട് തീവ്രവാദികൾ കടന്നു കളഞ്ഞിട്ട് മാസങ്ങളായി. ഇതുവരെ അവരെ പിടിക്കാൻ കഴിവുകെട്ട മോദി സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. അപ്പോഴാണ് ലേറ്റസ്റ്റായി ഇന്ത്യയുടെ ഇത്രയും ഉള്ളിൽ ബീഹാറിൽ 3 ജെയ്ഷെ മുഹമ്മദ് ഭീകരന്മാർ എത്തിയിട്ടുണ്ട് എന്ന് ബീഹാർ പോലീസ് അലേർട്ട് പ്രഖ്യാപിക്കുന്നത്. അവരുടെ രേഖാചിത്രം എന്ന പേരിൽ 3 ചിത്രങ്ങളും ഇവർ പുറത്തുവിട്ടിട്ടുണ്ട്. ഇവരുടെ പേര് ഹസ്നൈൻ അലി, ആദിൽ ഹുസൈൻ, മുഹമ്മദ് ഉസ്മാൻ. NDTVയുടെ ഈ വാർത്തയിൽ പറഞ്ഞിരിക്കുന്നു, ബീഹാർ പോലീസ് വലിയ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പാകിസ്ഥാനിൽ നിന്നുള്ള 3 ഭീകരർ നേപ്പാൾ വഴി ബീഹാറിലേക്ക് കടന്നു കയറിയതായി വിവരം ലഭിച്ചു എന്ന് പറഞ്ഞ് ഈ 3 ഭീകരന്മാരുടെ രേഖാചിത്രങ്ങളും പുറത്തുവിട്ടിരിക്കുന്നു. പാകിസ്ഥാനിലെ റാവൽപിണ്ടിയിൽ താമസക്കാരനാണ് ഹസ്നൈൻ അലി. ആദിൽ ഹുസൈൻ ഉമ്മർകോട്ടിൽ നിന്നുള്ള ആളും മുഹമ്മദ് ഉസ്മാൻ ബഹവൽപൂരിൽ നിന്നുള്ള ആളുമാണ്. പോലീസ് പറഞ്ഞത് നേപ്പാളിന്റെ തലസ്ഥാനമായ കാഠ്മണ്ഡുവിൽ ആഗസ്റ്റ് 2ാം വാരം ഇവർ എത്തിയെന്നും അവിടെ നിന്നും തെരഞ്ഞെടുപ്പ് അധികം താമസിയാതെ നടക്കുന്ന ബീഹാറിലേക്ക് കഴിഞ്ഞയാഴ്ച കയറിയെന്നുമാണ്. അതായത് മോദി സർക്കാരിന് ഇവരുടെ കൃത്യമായ എല്ലാ വിവരങ്ങളും ലഭിച്ചു എന്നാണ് ഇത് കാണിക്കുന്നത്. അവർ ഓഗസ്റ്റ് 2ാം വാരം കാഠ്മണ്ഡുവിൽ എത്തി, കഴിഞ്ഞയാഴ്ച അവിടുന്ന് ബീഹാറിലേക്ക് കടന്നു. അവരുടെ പേര് എന്താണ് എന്ന് അറിയാം, കൃത്യമായ എല്ലാ വിവരങ്ങളും അറിയാം. പക്ഷേ ഇത്രയൊക്കെ കാര്യങ്ങൾ കൃത്യമായി അറിയാമെങ്കിലും അവർ ബീഹാറിൽ എവിടെയാണ് എന്ന് അറിയില്ല. അതിനാൽ അവരെ പിടിക്കാനും കഴിഞ്ഞിട്ടില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും അറിയാം, എന്നാൽ അവർ ബീഹാറിൽ എവിടെയാണ് ഒളിച്ചു താമസിക്കുന്നത് എന്നുള്ള വിവരം മാത്രം ഇല്ല. കൃത്യമായി ബീഹാറിലേക്ക് കടന്ന ദിവസം അറിയാം. അപ്പോൾ ഈ മോദിയും അമിത്ഷായും രാജ്നാഥ് സിംഗും എന്താണ് ചെയ്യുന്നത്? ഇന്ത്യയുടെ ഇത്രയുള്ളിൽ ഭീകരന്മാർ പുല്ലുപോലെ നുഴഞ്ഞു കയറുന്നു. അത് തടയാൻ കഴിഞ്ഞില്ല. നുഴഞ്ഞു കയറിയെന്ന് അവർക്ക് അറിയാം, എന്നാൽ എവിടെയാണ് ഒളിച്ചു താമസിക്കുന്നത് എന്ന് അറിയില്ല. അതിനാൽ അവരെ പിടിക്കാനും കഴിഞ്ഞില്ല. ഇവരുടെ സ്കെച്ചാണ് എന്ന് പറഞ്ഞ് പുറത്തുവിട്ട ഈ ചിത്രങ്ങൾ കാണുമ്പോൾ തലയ്ക്കകത്ത് ആൾതാമസമുള്ള എല്ലാവർക്കും മനസ്സിലാകും
ഇത് ആക്ച്വലി സ്കെച്ച് അല്ല, മറിച്ച് ആരുടെയോ ചിത്രങ്ങൾ സ്കെച്ച് എന്നുള്ള രീതിയിൽ അല്പം ഗ്രെയിൻസ് ഒക്കെ ചേർത്ത് പുറത്തു വിട്ടതാണ് എന്ന്. എന്തുകൊണ്ടാണ് ഈ പാകിസ്ഥാനി ഭീകരർ കൃത്യം രാഹുൽ ഗാന്ധിയുടെ യാത്ര നടക്കുമ്പോൾ കൃത്യം ആ യാത്ര നടക്കുന്ന ബീഹാറിലേക്ക് നുഴഞ്ഞു കയറിയത്? അതും രാഹുൽ ഗാന്ധിയുടെ യാത്ര കടന്നു പോകുന്ന സ്ഥലത്താണ് ഇവർ എത്തിയിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇതിൽ എന്തെങ്കിലും വാസ്തവമുണ്ട് എന്ന് ഒരു തരത്തിലും വിശ്വസിക്കാനാവില്ല. ഇതിന്റെ ഉദ്ദേശ്യം രാഹുൽ ഗാന്ധിയുടെ യാത്ര തടയുകയും അതുവഴി മോദിയുടെ വോട്ടുകൊള്ള എല്ലാവരിലേക്കും എത്തുന്നത് തടയുകയും മാത്രമാണ് എന്ന് ഏതാണ്ട് ഉറപ്പാണ്. കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്ന് മനസ്സിലായപ്പോൾ അടുത്ത തന്ത്രവുമായി ഇറങ്ങിയിരിക്കുകയാണ് കഴിവുകെട്ട മോദിക്കൂട്ടം. ഇവർക്ക് എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ ഇങ്ങനെ ഭീകരർ കടന്നു കയറിയെങ്കിൽ ആ കടന്നു കയറുന്നത് എന്തുകൊണ്ട് തടയാൻ സാധിക്കില്ല? കടന്നു കയറുന്നതിന് മുൻപ്, അതും ഇന്ത്യയുടെ ഇത്രയ്ക്കുള്ളിലേക്ക് കടന്നു കയറുന്നതിന് മുൻപ് എന്തുകൊണ്ട് ഇവരെ പിടിച്ചില്ല? കടന്നു കയറിയ ശേഷം എല്ലാ വിവരങ്ങളും ലഭിച്ചിട്ടും എന്തുകൊണ്ടാണ് ഇവരെ പിടിക്കാൻ കഴിവുകെട്ട മോദിക്കും അമിത്ഷായ്ക്കും രാജ്നാഥ് സിംഗിനും കഴിയാത്തത്? ഇങ്ങനെ നിരന്തരമായി ഭീകരർ ഇന്ത്യയിലേക്ക് കടന്നു കയറുന്നതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ്? മോദിക്കും കൂട്ടർക്കും അറിയാം അവരുടെ പിന്തുണക്കാർക്ക് ഇതൊന്നും യാതൊരു പ്രശ്നവുമല്ല, മോദിയുടെയും കൂട്ടരുടെയും കഴിവുകേടാണ് എന്ന് അവർ ഒരിക്കലും ചിന്തിക്കുകയില്ല എന്ന്. അതിനാലാണ് യാതൊരു സങ്കോചവും കൂടാതെ ഇത്തരം തന്ത്രവുമായി അവർ ഇറങ്ങുന്നത്. എന്നാൽ ഇതുകൊണ്ടൊന്നും മോദിയുടെ വോട്ടുകൊള്ളയെ ജനങ്ങളിൽ എത്തിക്കുന്നത് തടയാനാവില്ല എന്ന് സംഘിക്കൂട്ടം മനസ്സിലാക്കിക്കൊള്ളും. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?